Once again, all of you, welcome back to my YouTube channel. My name is Adra. So now we are going to discuss the second chemistry chapter of class 7 students, and our chapter name is physical and chemical changes. Today we are going to wind up the chapter, and our chapter, the last topic is crystallization. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ചാപ്റ്റർ എന്ത് ചെയ്യാണ്, വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിനകത്ത് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈസേഷൻ എന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം ഇന്നത്തോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ അങ്ങ് എന്ത് ചെയ്യാണ്, വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാം അറിയാമായിരിക്കും, നമ്മൾ സീ വാട്ടറിനെ ഇവാപ്രേഷൻ നടത്തിയാണ് എന്ത് ഫോം ചെയ്യിക്കുന്നത്, സാൾട്ട് ഫോം ചെയ്യിക്കുന്നത് അല്ലെ. സീ വാട്ടറിനെ ഇവാപ്രേഷൻ നടത്തിയാണ് നമ്മൾ എന്ത് ഫോം ചെയ്യിക്കുന്നത്, സാൾട്ട് ഫോം ചെയ്യിക്കുന്നത്. ഈ സാൾട്ട് എന്തല്ല, പ്യുവർ അല്ല. അതുപോലെ ആ സാൾട്ടിന്റെ ക്രിസ്റ്റൽസ് ഒന്നും നമുക്ക് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാൻ സാധിക്കത്തും ഇല്ല. ഇനി അപ്പൊ പ്യുവർ ക്രിസ്റ്റൽസിനെ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് എടുക്കണം. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, the large crystals of pure substances prepared from their solutions are known as crystallization. So, large crystals of pure substances can be formed from their solutions are known as crystallization. അപ്പം ആ വസ്തുവിന്റെ സൊല്യൂഷനിൽ നിന്ന് ലാർജ് ക്രിസ്റ്റൽസ്, എങ്ങനെയുള്ള ലാർജ് ക്രിസ്റ്റൽസ് ആണ്, പ്യോർ ഫോമിലുള്ള ലാർജ് ക്രിസ്റ്റൽസിനെ അതിന്റെ സൊല്യൂഷൻസിൽ നിന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുന്ന പ്രോസസ് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ലാർജ് ക്രിസ്റ്റൽസ് ഓഫ് പ്യോർ സബ്സ്റ്റൻസസ് ക്യാൻ ബി പ്രിപ്പയർഡ് ഫ്രം ദെയർ സൊല്യൂഷൻ ത്രൂ ദ പ്രോസസ് ഈസ് നോൺ ആസ് ക്രിസ്റ്റലൈസേഷൻ. അപ്പം ആ സൊല്യൂഷനിൽ നിന്ന് അതിന്റെ പ്യുവർ ആയിട്ടുള്ളതും ലാർജ് ആയതുമായുള്ള ക്രിസ്റ്റൽസിനെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ക്രിസ്റ്റലൈസേഷൻ. അപ്പൊ അതിനൊരു ആക്ടിവിറ്റിയും കൂടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് കോപ്പർ സൾഫേറ്റിന്റെ പൗഡർ വേണം, പിന്നെ അത് കൂടാണ്ട് ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡും വേണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഒരു കുറച്ച് ഡൈലൂട്ട് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ഇട്ട് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒഴിച്ചു കൊടുത്തിട്ട് അത് എന്ത് ചെയ്യണം, ചൂടാക്കണം. ഇതിങ്ങനെ ചൂടായി വരുന്ന സമയത്ത്, അതായത് നന്നായിട്ട് ബോയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനകത്തോട്ട് ഈ കോപ്പർ സൾഫേറ്റിന്റെ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം, സ്റ്റിർ ചെയ്യണം. ഈ കോപ്പർ സൾഫേറ്റിന്റെ പൗഡർ എന്തുമാത്രം ആഡ് ചെയ്യണം എന്ന് വെച്ചാൽ, ഇനി അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കോപ്പർ സൾഫേറ്റിന്റെ പൗഡർ ആഡ് ചെയ്യാൻ പറ്റില്ല എന്നൊരു കണ്ടീഷൻ വരെയും നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം, ഈ കോപ്പർ സൾഫേറ്റ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയും വേണം. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, സ്റ്റിർ ചെയ്യും. സോ നമ്മൾ അതിനകത്ത് എന്തുമാത്രം കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്തു, ഇനി നമുക്കത് എന്ത് ആഡ് ചെയ്യാൻ പറ്റില്ല, കോപ്പർ സൾഫേറ്റ് ഒരു അല്പം പോലും ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പൊ അത് എന്തായി, സാച്ചുറേറ്റഡ് ആയിട്ട് മാറി അല്ലെ. അപ്പം ഇനി അതിനകത്ത് നമ്മൾക്ക് എന്തൊക്കെ ചെയ്താലും എന്ത് ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾറെഡി അത് എന്ത് ചെയ്യാണ്, ബോയിൽ ചെയ്യാണ്. ഇപ്പം ബോയിൽ ചെയ്യുന്നതിനകത്ത് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു, ആഡ് ചെയ്തു. ഇനി നമുക്ക് എന്തായാലും അതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ വസ്തു അല്ലെങ്കിൽ ഈ കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്ത ഈ സൊല്യൂഷൻ നമുക്ക് എടുത്ത് ഫിൽട്ടർ ചെയ്തിട്ട് അത് കൂളാകാൻ വേണ്ടി അലോ ചെയ്യണം. ഓക്കെ, അപ്പം കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് അതിനകത്ത് കോപ്പർ സൾഫേറ്റിന്റെ പ്യുവർ ആയിട്ടുള്ള ക്രിസ്റ്റൽസിനെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. ഇതാണ് എന്ത് പ്രോസസ് എന്ന് പറയുന്നത്, ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ടോപ്പിക് നമുക്ക് ഒന്നും കൂടി പറയാം. ക്രിസ്റ്റലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്, സൊല്യൂഷനിൽ നിന്ന് അതിന്റെ പ്യുവർ ക്രിസ്റ്റൽസിനെ ഫോം ചെയ്തെടുക്കുന്ന പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്, ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ സാൾട്ട് നമ്മൾ സീ വാട്ടറിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഇവാപ്രേഷനിലൂടെയാണ് എന്നറിയാം, പക്ഷെ അതൊരിക്കലും എന്തല്ല, പ്യുവർ ആയിരിക്കത്തില്ല. ആ ക്രിസ്റ്റൽസ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പം ലാർജും പ്യുവറും ആയിട്ടുള്ള ക്രിസ്റ്റൽസിനെ നമ്മൾ അതിന്റെ സൊല്യൂഷനിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ക്രിസ്റ്റലൈസേഷൻ. അതിന്റെ ഒരു ആക്ടിവിറ്റി നമ്മളവിടെ പറഞ്ഞു, വളരെ ചെറിയൊരു ടോപ്പിക് ആണ്. അപ്പൊ അതിനകത്ത് അതിൽ കൂടുതലൊന്നും തന്നെ പറയാനില്ല. അപ്പൊ ഞാൻ പറഞ്ഞ കണ്ടന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായി കാണും വരേക്കും നമസ്കാരം.